മലയാളികളുടെ സ്വന്തം പൊന്നിൻ ചിങ്ങം വന്നെത്തി. ഒപ്പം തന്നെ മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണം ഓഫറുകളും. ഓണം മെഗാ ഓഫറിൽ ഗ്രാമിന് 600 രൂപ പണിക്കൂലി ഇളവിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട് സെക്ഷനിൽ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് ഓഫറുകളും ഉണ്ട്. 75% പണിക്കൂലി ഇളവിൽ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ ഓണപ്പുടവയും മറ്റനവധി സമ്മാനങ്ങളും. ഈ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ മാത്രം. അപ്പോൾ ഇനി വൈകിക്കേണ്ട. മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നമസ്കാരമുണ്ട്. മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയുടെ അംഗത്തൊട്ട് ഇന്നങ്ങോട്ട് ആരംഭിക്കും. അപ്പോൾ കുറച്ച് ദിവസമായി നോമ്പൻ്റെ ടീമും ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തൃശ്ശൂരിലൂടെ. ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ ധാരാളം പേര് വിളിക്കുന്നുണ്ട്. എല്ലായിടത്തേക്കൊന്നും ഓടിയെത്താൻ പറ്റണില്ല. അപ്പോൾ ഇന്ന് നോമ്പ് എത്തിയിരിക്കണം. കണ്ടോ നോമ്പ് വരണേ കണ്ടുകൊണ്ട് അതെ കണ്ടോ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു നോമ്പിൻ്റെ ഫോട്ടോയൊക്കെ. ഈ ഓണം നമ്മോണം അടിപൊളി. അപ്പോൾ നോമ്പ് എത്തിയിരിക്കുന്നത് കുറുക്കഞ്ചേരിയിലാണ്. 2 കോളേജുകളുണ്ട് കേട്ടോ ഇവിടെ, IIBMR-ഉം IIAHSR-ഉം. അപ്പോൾ തകർക്കല്ലേ എന്ന് ഒരു ചോദ്യമില്ല, അങ്ങോട്ട് തകർക്ക തന്നെ. നോമിനെ കാത്ത് ദേ നിൽക്കണു സുന്ദരന്മാരും സുന്ദരികളും. അവരുടെ അടുത്തേക്ക് നോമ അങ്ങോട്ട് ഓടി ചെല്ലട്ടെ കേട്ടോ. അപ്പോൾ എങ്ങനെയാ പൊളിക്കല്ലേ? ഓണം ഇങ്ങനെ കളറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടല്ലോ, പുറയിൽ കണ്ടോ കളറുകളോട് കളറുകള് സുന്ദരികള്. അപ്പോൾ നോമ ഇന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കലാലയത്തിലാണ്. ഒരുപാട് സുന്ദരന്മാരും സുന്ദരികളൊക്കെ പഠിക്കുന്ന കലാലയമാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, നോമ എത്തിയിരിക്കുന്ന ആ കോളേജിന്റെ പേരെന്ന് പറഞ്ഞേ. IIBMR കോളേജ്, കുറുക്കഞ്ചേരി. അതെ. വേറെ ഒരു കോളേജ് ഉണ്ടല്ലോ, ഞങ്ങളുടെ IHSR കോളേജ്. 2 കോളേജിലെ കുട്ടികളാണ്. അതെ അതെ അതെ. എന്തൊക്കെ കോഴ്സുകളാണ് ഇവിടെ നടക്കുന്നത്? ഞങ്ങള് BCom BBA ആണ് ഇവിടെ വരുന്നത്. പിന്നെ അല്ലാത്തുള്ള കോഴ്സുകളാണ് IHSR-ൽ വരുന്നത്. ഇവിടെയുള്ള കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്, പഠിക്കണവരാണോ? പിന്നെ ഞങ്ങളുടെ കുട്ടികൾ മിടുക്കന്മാരാണ്. അത് നോം വന്നപ്പോ മനസ്സിലായി. എന്തായിരുന്നു ആവേശത്തോടു കൂടി നോമിനെ അങ്ങ് സ്വീകരിച്ചു. രാവിലെ ഇവരൊന്നും കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു ഉഷാറില്ലാത്ത ഒന്നോടെ അങ്ങോട്ട് ഇല്ല ടീച്ചറേ. അപ്പോ കണ്ടില്ലേ ആരൊക്കെയാണ് വില്ലന്മാരും വില്ലത്തികളാണ്. ഡാൻസും തൊട്ട് പാട്ടും തൊട്ട് എല്ലാ തരം സർക്കസുകൾ ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നോം ഇന്ന് ഇവരുടെ കൂടെ അങ്ങോട്ട് അടിച്ച് പൊളിച്ച് ആഘോഷിക്കാൻ പോവാ. ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മംഗള കാര്യങ്ങൾ ചെയ്യുമ്പോൾ
വിളക്ക് കത്തിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ വിളക്ക് കത്തിക്കാം. വിളക്ക് കത്തിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഓണാഘോഷം അങ്ങോട്ട് തുടങ്ങാൻ പോവാണ്. ഇനി ഓണപ്പാട്ടും ഓണത്തല്ലുണ്ടാവും അവസാനം. ഓണത്തല്ലുണ്ടാവണ്ട കേട്ടോ. ഓണപ്പാട്ടും നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അവൻ പറഞ്ഞുവല്ലോ, ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്തമായ കലാലയങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ഇവിടെ ഒരുപാട് സുന്ദരി കുട്ടികളും സുന്ദരന്മാരും ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല പഠിക്കുവാൻ കഴിവുള്ള മിടുക്കന്മാരും മിടുക്കികളുടെയും ഒരു കലാലയമാണ്. അതുതന്നെയാണ് നമ്മുടെ ഈ കലാലയത്തിന് അനുദിനം വളർച്ച ഉണ്ടാവുന്നതാണ് ടീച്ചർ പറയുന്നത്. എന്തായാലും ടീച്ചറോട് ചോദിക്കാം. ടീച്ചറേ, നമ്മുടെ ഈ കലാലയത്തെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ അടിപൊളി കലാലയമാണ്. പിന്നെ ഇതിൽ കൂടാതെ നമുക്ക് നല്ല പഠിക്കുന്ന കുട്ടികളുണ്ട്. ഡാൻസ്, പാട്ട് എല്ലാത്തിനും പ്രഗത്ഭരാണ്. സ്പോർട്സ് ഉണ്ട്. അടിച്ചു പൊളിക്കുന്ന കുട്ടികളാണ്. മാമിന്റെ പേരെന്ന് പറഞ്ഞേ. ഉഷ. എവിടെയാ സ്ഥലം? വിയൂര്. നമ്മുടെ കുട്ടികളൊക്കെ ഉഷ മാം എന്നാണോ ഉഷ ടീച്ചർ എന്നാണോ വിളിക്കണേ? ഉഷ അമ്മ എന്നാ വിളിക്കുന്നത്. അതാണ്. ഒന്ന് കൈയടിച്ചേ. നമ്മള് അറിയാലോ, നമ്മുടെ ഓരോ അധ്യാപകരെന്ന് പറയുന്നത് ഓരോ അമ്മമാരാണ്. അവര് നമ്മളെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടു കൂടി കൊണ്ടു നടക്കുമ്പോഴാണ് വിദ്യ പകർന്ന് തരുന്നവരാണ്. നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ ടീച്ചറെ, സന്തോഷമുണ്ട്. നല്ല കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് ചോദിക്കട്ടെ ടീച്ചറെ, എന്താ പേര്? ലേഖ. ലേഖ മാം, ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഞാനിവിടെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റാണ്. മാനേജ്മെന്റ് സബ്ജക്ട്സുകളൊക്കെ എടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, എല്ലാവരും നല്ല കുട്ടികളാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നോമിനെ കണ്ടപ്പോൾ സന്തോഷമായി. എവിടെ വീട്? എവിടെയാ? പാവർട്ടി അടുത്ത്. ഇവിടെ. മാം നമസ്കാരം. മാം എന്നൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ പഠിച്ചാണ് കേട്ടോ. പാതാളത്തിൽ ഇംഗ്ലീഷില്ലല്ലോ. നമസ്കാരം. എങ്ങനെയുണ്ട്? എല്ലാം നന്നായി പോണു. ഓണാഘോഷമൊക്കെ എങ്ങനെ? ഓണാഘോഷമൊക്കെ ഇതാ ഇവിടെ നിന്ന് തുടങ്ങി. ഇന്ന് ഓണവിളംബരാണ്. ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങാണ്. നോമ എത്തിയോടുകൂടി മനോഹരായി ഇല്ലയോ? അതെ അതെ അതെ. എത്ര നാളായി ഇവിടെ? ഇവിടെ നമ്മൾ തുടക്കം തൊട്ടുണ്ട് അല്ലേ? ഇങ്ങോട്ട് പോവാൻ ഉദ്ദേശിക്കണില്ലാന്ന്. സന്തോഷം കേട്ടോ. സന്തോഷം. ടീച്ചറാണോ കുട്ടിയാണോ? കുട്ടീനെ പോലെ ഇരിക്കണോ? ടീച്ചറാണ്. IHSR കോളേജിൽ നിന്ന് വരുന്നു. എന്റെ പേര് റിൻഡ. എവിടെയാ സ്ഥലം? പെരിഞ്ചേരി എന്ന് പറയും. സന്തോഷാവട്ടെ. ഓണക്കോടിയാണോ? അതെ അതെ അതെ. വെറുതെ അല്ല. എന്താ പേര്? എൻ്റെ പേര് റോണി. ഞാൻ IHSRലെ ഫാക്കൽറ്റിയാണ്. പിന്നെ നമ്മുടെ മക്കളെ കുറിച്ച് പറയാനായിട്ട് ഒന്നുമില്ല. കോളേജും അതെ അടിപൊളിയാണ്. ഇവരെല്ലാവരും ഡാൻസും പാട്ടും പഠിപ്പൊക്കെ ആയിട്ട് അങ്ങനെ ഉഷാറായിട്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റിനും അതുപോലെ തന്നെ നല്ലൊരു വൈബുള്ള ഒരു കോളേജാണ്. ഇത്രയാണ് പറയാൻ. ഉഷാറാവട്ടെ, അതാണ് വേണ്ടത്. വൈബുള്ള ഒരു കോളേജും കുട്ടികളും ഉണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കാനും വൈബ് ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ അതെ. എന്താണോ പേര്? അഞ്ജലി. ടീച്ചറാണോ? എപ്പോ ടീച്ചറായി? ഞാനിപ്പോ 2 വർഷമായി. വെറുതെ അല്ല, അതുവരെയും കുട്ടിയായിരുന്നു. എന്താ എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? വളരെ നന്നായിട്ട് പോണു. ഉഷാറാണ്. അപ്പോ നോമ കണ്ടില്ലേ, നമ്മുടെ കോളേജിന്റെ ഒരു പ്രത്യേകത മനസ്സിലായോ? അപ്പോ TCVയുടെ ഫൺ വിത്ത് മാവേലി ഇന്ന് ഇവിടെ അങ്ങോട്ട് ചെലവഴിക്കുകയാണ്. എന്താണെന്നറിയോ? ഇവര് നല്ല കലാകാരന്മാരാണ്. കലകളെ മാത്രമല്ല, നല്ല സദ്യയൊക്കെ ഒരുക്കുന്ന പറഞ്ഞപ്പോൾ എന്തായാലും കഴിച്ചിട്ട് തന്നെ പോണോളൂ. അപ്പോൾ നല്ല പാട്ടുകളുണ്ട്, ഡാൻസ് ഉണ്ട് ഇല്ലേ ടീച്ചറേ? കുറേ ഐറ്റംസൊക്കെ ഒരുക്കിയെന്ന് പറഞ്ഞു. കൊണ്ടാണ് നോമിങ്ങനെ സമയമില്ലാത്ത സമയത്തും ഇങ്ങോട്ട് കുറുക്കഞ്ചേരി വഴി പോയപ്പോൾ ഓടി ഇങ്ങോട്ട് കയറിയത്.
അപ്പോൾ ഇതിലൊരു പാട്ടുകാരി ഉണ്ട്, അത്ര ഭയങ്കര പാട്ടുകാരാന്ന് പറഞ്ഞാൽ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് മറ്റുള്ള കലാപരിപാടിയിലേക്ക് കിടക്കാം. ആരാണാവോ എനിക്ക് നോമ്പിൻ്റെ ഒരു പാട്ട് പാടണത്? ആയി വരിക അങ്ങോട്ട്. എന്താ പേര്? നിഷിത, എവിടെയാ സ്ഥലം? ദേശമംഗലം. ദേശമംഗലം. പാട്ടൊക്കെ നന്നായിട്ട് പാടൂലോ അല്ലേ? ഒന്നൊരു കയ്യങ്ങ് അടിച്ചേ. ആയി നിഷിതയൊക്കെ ഒരു പാട്ട് പാടുമ്പോ അപ്പോ നമുക്ക് പാട്ടങ്ങോട്ട് കേൾക്കാം അല്ലേ? തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്, മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്, തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ആയി നല്ല പാട്ട് കേട്ടോ. എന്നാ ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരാൾ വരട്ടെ. അവിടെ വരിക. ആയി എല്ലാരും ഒന്ന് കൈയടിച്ചോളോ. എവിടെയാ വീട്? എവിടെയാ വീട്? എങ്കക്കാട്. എങ്കക്കാട് അല്ലേ? വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി. അവിടെ നിന്നാണ് ഇവിടെ വരെ വരണേ. എങ്ങനെയുണ്ട് കോളേജ്? നല്ല കോളേജ്. നല്ല കോളേജ് അല്ലേ? കൂട്ടുകാരികളൊക്കെ എങ്ങനെയുണ്ട്? നല്ല കൂട്ടുകാരികള്. കാണാൻ നല്ലതാണോ? പെരുമാറാനോ? നമ്മുടെ അനന്ത് എങ്ങനെയുണ്ട്? പേര് പറഞ്ഞു എന്റെ അനന്തൻ എങ്ങനെയുണ്ട്? ഉഷാറാണോ? എന്നൊരു കൈയടിക്കുന്നേ. അപ്പൊ അനന്തന്റെ ഒരു പാട്ട് കേക്കട്ടെ. കണ്ണോട് കണ്ണായിടാം, മെയ്യോട് മെയ്യായിടാം, കാതോരം പാടിയോ അനുരാഗം തേടിയോ, മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നു നാം കണ്ടതല്ലേ. കണ്ണോട് കണ്ണായിടാം, മെയ്യോട് മെയ്യായിടാം. നന്നായിരിക്കുന്നു, കൈയടിക്ക്. ഇനിയിപ്പോ ആരാണ് അടുത്തത്? അങ്ങനെ വിടുന്നില്ല. ആ പാട്ട് പാടിയവരും ഇങ്ങോട്ട് വന്നേ. ആ പാട്ട് പാടിയ ആളെന്തിയേ? ആദ്യം പാട്ട് പാടിയ ആള് ഓടിയോ? നിശ്ചിത എവിടെ? ഇങ്ങനെ വന്നിട്ട് വെറും കൈയോടെ അങ്ങോട്ട് പോവാ ഉദ്ദേശിക്കണില്ല. എന്താണെന്നറിയോ? ഒരു ഓണക്കോടി അങ്ങോട്ട് കൊടുത്താലോ? ഒരു ഓണക്കോടി. തൃശ്ശൂര് പിടിക്കില്ല, അങ്ങോട്ട് തരാം. അങ്ങോട്ട് നിക്ക. തൃശ്ശൂര് പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണപ്പുടവയാണ്. സന്തോഷായോ? സന്തോഷായോ? ഇങ്ങനെ പ്രതീക്ഷിച്ചോ? മോൻ വന്നിട്ട് ഇങ്ങനെ ഒരു സമ്മാനം തരുമെന്ന് പ്രതീക്ഷിച്ചോ? ഇല്ല. സന്തോഷായില്ലേ? അപ്പൊ ഒന്ന് മനസ്സ് നിറഞ്ഞൊന്ന് സന്തോഷായി എന്ന് പറഞ്ഞേ. സന്തോഷായി. മതി. ഇനി അടുത്ത ആളെന്തിയാവോ? കൊണ്ട് വരിക. ആള് നല്ലൊരു പാട്ടൊക്കെ പാടി നമ്മളെ സന്തോഷിപ്പിച്ചു. തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണപ്പുടവയാണ് കേട്ടോ. പുടവയല്ല, ഓണക്കോടി. നമുക്ക് പുടവ ഇട്ടിട്ടെന്ന് കാണിക്കാനാ. ഓണക്കോടി. സന്തോഷായോ? സന്തോഷം. സന്തോഷം. വീട്ടിൽ പോയിട്ട് പറയണം. ഓക്കെ. എന്ത് പറയും? എന്തേലും പറയാന്നോ? എടാ ഞാൻ വന്നു എന്ന് പറയണം. മാവേലി ഇത് കണ്ടു. മാവേലിക്ക് രണ്ടൊരു പാട്ട് പാടിയപ്പോ ഒരു ഓണമുണ്ട് എനിക്ക് തന്നു എന്ന് പറയണം. പറയോ? പറയാം. ഞാൻ വിളിച്ചു ചോദിക്കണോ? അപ്പൊ സന്തോഷം. അപ്പോ ഇനി എന്തിയാ തിരുവാതിരകളിയോ ഇതൊക്കെയുണ്ടല്ലോ. തിരുവാതിരകളി. അപ്പൊ നോമെന്ന് അവിടെ ഇരുന്ന് അങ്ങോട്ട് വിശ്രമിച്ച് തിരുവാതിരകളിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കട്ടെ. അപ്പൊ ഉഷാറല്ലേ? ഇടയ്ക്ക് ഒരു ആർപ്പ കൊടുത്തേ. എന്തൊരു ഉഷാറില്ലാത്ത ഒന്നോടെ അങ്ങോട്ട് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ? നല്ല മൂഡില് നല്ല വൈബിലാണ്. അപ്പൊ നമുക്ക് തിരുവാതിരകളി കാണാം. നോമൊന്ന് വിശ്രമിക്കുകയാണ്. അപ്പൊ അതൊക്കെ കണ്ട് ആസ്വദിക്കാം. TCBയുടെ ഫൺ വിത്ത് മാവേലി അങ്ങോട്ട് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങോട്ട് കയറിയെന്നാ പറഞ്ഞു. അങ്ങോട്ട് കയറിക്കോട്ടേന്നേ. ഇനിയിപ്പോൾ ആർക്കെങ്കിലൊക്കെ കയറാതിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വൈകുന്നേരം 7:30 അങ്ങോട്ട് വെക്കുക. അറിയാണ്ട് ഉള്ളിലോട്ട് കയറിക്കോളും. ഓക്കെ. ഭഗവതിക്കും മംഗല്യ പൂജ ചെയ്യുവാൻ ഞങ്ങളെ എന്നും തുണച്ചിടണം.
ചുറ്റി വിഷജ്വാല പാടി പരത്തി ഹരിയുടെ നേരെ കുതർത്തി ഉളച്ചുടൻ ചിരിപ്പഞ്ഞെത്തി താനാമുണ്യ പേരായിരമുള്ളവരുടെ കീഴേഴു പേരാകെ നാരായണനും പണത്തിൻ മീതെ ചാടി പാടാതെ കേറി പണി കൂടാതെ വൻഭണം തോറും ക്രമത്തിൽ ചാടി വന്ദിച്ചൂടൻ കൃഷ്ണൻ നൃത്തമാടി വൻഭണം തോറും ക്രമത്തിൽ ചാടി വന്ദിച്ചൂടൻ കൃഷ്ണൻ നൃത്തമാടി ഭംഗിയോലും വലം കയ്യിൽ കൊമ്പും കുഴലും ഇടം കയ്യിൽ പാമ്പിന്റെ വാലും പശുനയ്ക്കാനും പേരും പോലും ഈ പണ്ണമങ്ങൻ കൂടുതലും കൂടരസം കൊണ്ടുവരം പുരുഷ നർത്തന ഭംഗിയതെത്ര മൂടി അന്നത്ര ദേവാദികൾ എത്ര കൂടി. അപ്പോ ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് ആ കുട്ടികളിങ്ങനെ അടിച്ച് തകർത്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ നമ്മള് അവരുടെ ക്ലാസ് മുറികളിലേക്കൊക്കെ ഒന്ന് കയറിയിട്ട് വരാം. ആയ് അപ്പോ സന്തോഷായി. നോമനെ വന്നപ്പോ സന്തോഷായി. ടീച്ചറോട് തന്നെ ചോദിക്കാൻ. ടീച്ചറെ ആദ്യം പേര് പറഞ്ഞു തന്നാലോ, ഒന്നുകൂടെ പറഞ്ഞോ. അഞ്ജലി. ടീച്ചറുടെ കുട്ടികളാണോ അത്? അതെ അതെ, എന്റെ കുട്ടികൾ. എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ? വളരെ നല്ല കുട്ടികളാണ്. അറപ്പോ അപ്പൊ നോമനെ അധികം സമയം ഇല്ല എങ്കിൽ പോലും ഒന്ന് ഓടി അങ്ങോട്ട് പോവാം. എന്താ പേര്? റോസ്. എവിടെയാ സ്ഥലം? അമ്മാടം. നന്ദന കയ്പമംഗലം. ഹിബ ഇരിങ്ങാലക്കുട. അനന്യ 3 പീടിക. ആതിര ഊരകം. സോന കരിവന്നൂര്. ശ്രേയ കോഴിക്കോട്. കോഴിക്കോട്. നമ്മുടെ കോഴിക്കോട് നിന്ന് വന്നാണോ? നിങ്ങളുടെ കോഴിക്കോടിന്റെ പ്രത്യേകത എന്താ? കോഴിക്കോടിന് നല്ലൊരു ഭക്ഷണമുണ്ട്. എന്താ അത്? ബിരിയാണി. ഈ ഓണത്തിന് നിങ്ങളെ കോഴിക്കാലാണല്ലോ കടിച്ചു വലിക്കണത്, ശരിയാണോ? തിരുവോണത്തിന്റെ എന്താ നിങ്ങളെ നോൺ വെജിന്റെ ആൾക്കാരല്ലേ? അതെ. കണ്ടോ, ശരിയാണോ? നമ്മുടെ നാട്ടിലെ ഭക്ഷണം ഉണ്ടോ? അവരുടെ നാട്ടിലെ ഭക്ഷണം ഉണ്ട്, നോൺ വെജ് ആണ് അന്ന് കൂടുതലായിട്ട് അല്ലേ? എന്താ പേര്? അഞ്ജന. വരടിയം. മുസ്കാൻ. സ്ഥലം എവിടെയാ? കുറുക്കഞ്ചേരി. റിസ്വാന ചേർപ്പ്. ആദിത്യ. ശിഖ. എവിടെ സ്ഥലം? പ്രയാർ. ഷഫ്ന കുന്നംകുളം. ഫർസാന ഗുരുവായൂർ. ഷിഫ്ന കേച്ചേരി. ഷിഫ്ന കേച്ചേരി കേട്ടോ. അമൃത കുമ്പളങ്ങി എറണാകുളം. എറണാകുളത്ത് നിന്നാണ് ഇങ്ങോട്ട് വരണേ? എല്ലാ ദിവസം രാവിലെ പോരുമോ? നമ്മളെ കുമ്പളങ്ങി ഭയങ്കര സ്ഥലമാണല്ലോ, ഒരുപാട് സിനിമകളൊക്കെ നോമനത് അറിയുന്നുണ്ട് അല്ലേ? കുമ്പളങ്ങി നൈറ്റ്സ് അല്ലേ? അതൊക്കെ അവിടെയാണോ? അതിൻ്റെ അടുത്താണോ? അവിടെ കടലിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, എന്താ അത്? കടലല്ല, പുഴയില്. പുഴയില്. നോമന് തെറ്റി, കടലും പുഴയും തിരിച്ചറിയാൻ പറ്റില്ല. അതെന്താ പ്രത്യേകത, അതൊന്ന് പറഞ്ഞേ. അത് മാർച്ചാകുമ്പോ അങ്ങനെ കവര് വരും. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ഇല്ല, പിന്നെ വീണ്ടും അപ്പുറത്തുള്ളതല്ലേ കാണാൻ പോണോ? ആൽഫ അമല റിൻഷിത കേച്ചേരി. റിൻഷ കേച്ചേരി ഏറ്റവും അങ്ങറ്റത്തുള്ള കുട്ടിട്ടോ. ഹായ് മോൻ, എന്താ പേര്? അഭിജിത്ത്. ഇരിങ്ങാലക്കുട സ്ഥലം. അഭിനവ് കരിവങ്ങാട്. കട്ടിലപ്പൂവം. അബ്ദുള്ളാദ് കുറുക്കഞ്ചേരി. അൻഷാദ് ആലപ്പാട്. പവൻ പെരിങ്ങാവ്. ദീപക് പുത്തൂർ. ഇനി ഇതിലെ പാട്ട് പാടാൻ അറിയണ ആരാ ഉള്ളേ? പറഞ്ഞേ, ഒരു പാട്ട് നോമിനൊന്ന് കേൾക്കണം. പേരെന്താ? അശ്വിൻ പഴുവില്. പഴുവിലെ. ആരാ നോമിനൊരു പാട്ട് പാടി തരണേ? ആരാണ്? പാടും. പാടി കഴിഞ്ഞാൽ നോമൊരു സമ്മാനം തന്നിട്ടേ പോളൂ. നല്ലൊരു സമ്മാനം നോമങ്ങ് തരും. ആരാ പാടണേ? എന്താ അതൊരു ഉഷാർ. ആരത്? പറഞ്ഞു കിട്ടില്ലോ. അതേ ഇരിക്കണു. പഠിക്കോ? പേടിക്കണ്ട, പഠിക്കോ. ഞാനോ എന്റെ അളിയനും കൂടി വീട്ടുവരമ്പേ പോകുമ്പോ വീട്ടുവരമ്പത്തൊരു ജനകണ്ണ കെട്ടിപ്പോ അടുത്ത് വന്നപ്പോ കുരുടി പോലെ ഓ തിത്തിത്താരാ ഇങ്ങനെയാണ് പാട്ട് വരണത്. ഞാനോന്ന് ചോദിച്ചു, ഞാനാണോ പറഞ്ഞത്? പാട്ട് വന്നോ?
ഇതാണ് സമ്മാനം എന്ന വഴി കണ്ടോ, ചുമ്മാ ഇരുന്നപ്പോൾ സമ്മാനം കിട്ടി. മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന പള്ളിക്കുള റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട് സമ്മാനം, ഒരു ഓണപ്പുടവ. ടീച്ചർ ഇങ്ങോട്ട് വന്നേ. ടീച്ചറുടെ കൂടെ കൊടുപ്പിക്കാം. ഒന്ന് പിടിച്ചേ, എല്ലാരും ഒന്ന് കൈയടിക്കേ. സന്തോഷായോ? ഇനി നല്ലൊരു പാട്ടൊന്ന് പാടി തരാമോ? അറിയാവുന്ന പാട്ട് അവിടെ പോയിരുന്നോ? ഇനി അറിയാവുന്ന ഒരു 2 വരി പാട്ട് ഇവിടെ ചാൻസ് ഉണ്ട് കേട്ടോ. പാട്ട് റെഡിയാക്കി വെച്ചോ. മതി, നാടൻ പാട്ട് മതി. ഒന്ന് പോരെ? മതിന്ന്. കുട്ടിക്കുറുമ്പ്യേ അഞ്ജനം കറുമ്പ്യേ ആട്ടം കാണുവാൻ എന്തഴകേ എന്തോരഴകേ എന്തഴകേ എന്തോരഴകേ. സന്തോഷം. ഇവിടെ ഞാരാ ഈ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ? എന്തായാലും കുഴപ്പമില്ല, സന്തോഷമുണ്ട് ടീച്ചറെ. എന്തായാലും നല്ല കുട്ടികൾ നല്ലവരൊക്കെയാണ്. എങ്കിലും ഞാൻ ചോദിക്കുന്ന ഒരാൾക്ക് സംസാരിക്കാനൊരു അവസരം തരാം. ഓണം എന്ന് മനസ്സിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാം ഓണം ആഘോഷിക്കുന്നുണ്ട്. കോളേജിലൊക്കെ ഇപ്പോൾ അടിച്ച് പൊളിച്ച് ഓണം ആഘോഷിച്ചു. ഓണം എന്ന് മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഓണത്തിൻ്റെ ആ ഒരു മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത എന്താണ്? അതായത് പുതിയ വസ്ത്രങ്ങളാണോ, ഭക്ഷണമാണോ? ആർക്കെങ്കിലും ഒരാൾക്ക് എണീറ്റുന്ന ധൈര്യസമേതം പറയാം. നിങ്ങളൊക്കെ സംസാരിച്ച് വരണ്ടേ? ഒരു പൊതുവേദിയിൽ നിന്ന് 2 പേരുടെ അല്ലേ, ആരെങ്കിലും പറയണം. എണ്ണീറ്റ് നിന്ന് ആ കുമ്പളങ്ങി എന്നുള്ള കുട്ടി പറയും. എണ്ണീറ്റ് എന്നോ, ധൈര്യമായിട്ട് എന്നോ. അപ്പൊ ഒരു കൈയടിച്ചേ. പറഞ്ഞോ. സദ്യ. ഉറക്കെ പറഞ്ഞോ. സദ്യ. സദ്യ. ഏതാണ് ഇഷ്ടപ്പെട്ട പായസം? പാലട. പാലട. എന്നാലും മറക്കാൻ പറ്റാത്ത ഓണ സമ്മാനം എന്തായിരുന്നു ഇതുവരെ കിട്ടിയതിൽ വെച്ചിട്ട്? ആരെങ്കിലും എന്തെങ്കിലും ഡ്രസ്സുകളോ എന്തെങ്കിലുമൊക്കെയോ? വീട്ടിൽ നിന്ന് അച്ഛൻ എടുത്തു തരും. ഈ പ്രാവശ്യത്തെ എടുത്തു തന്നോ? അടുത്ത് തന്നു. അതാണ് ഇട്ടിരിക്കുന്നത്. ഫ്രൈഡേ. എന്തായാലും കുഴപ്പമില്ല, സന്തോഷമായിട്ടിരിക്കട്ടെ. എല്ലാവിധ ആശംസകളും നൽകുകയാണ്. അപ്പൊ നോമനെ സന്തോഷമായി. ഹാപ്പി ഓണം. അപ്പൊ നോമനെ സന്തോഷമായി. ഈ ക്ലാസ്സിലെ നിന്ന് പാട്ടൊക്കെ കേട്ട് ഒരു സമ്മാനമൊക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല പാട്ടുകാരിയാണ്, പാട്ടൊക്കെ നന്നായിട്ട് പാടും കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ അങ്ങനെ കടന്നു പോവാണ്. സമയം ഒട്ടുമില്ല. അപ്പൊ പോയിക്കോട്ടെ, പോകുമ്പോ വിഷമമുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം വരണോ? വരാട്ടോ. അറപ്പോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം, ഹൃദയം നിറഞ്ഞ ആശംസകൾ കേട്ടോ. അപ്പോൾ മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഫൺ വിത്ത് മാവേലിയിൽ ചെറിയൊരു ഇടവേളയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഇടവേള കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് തകർക്കാം. അപ്പോ ഇടവേള. മലയാളികളുടെ സ്വന്തം പൊന്നിൻ ചിങ്ങം വന്നെത്തി. ഒപ്പം തന്നെ മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണം ഓഫറുകളും. ഓണം മെഗാ ഓഫറിൽ ഗ്രാമിന് 600 രൂപ പണിക്കൂലി ഇളവിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട് സെക്ഷനിൽ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് ഓഫറുകളും ഉണ്ട്. 75% പണിക്കൂലി ഇളവിൽ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ ഓണപ്പുടവയും മറ്റനവധി സമ്മാനങ്ങളും. ഈ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ മാത്രം. അപ്പോൾ ഇനി വൈകിക്കേണ്ട. മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. അങ്ങനെ അടുത്ത ക്ലാസ് റൂമിലേക്കൊക്കെ ഒന്ന് കടന്നു പോവാണ്. ഒരുപാട് കുട്ടികളൊക്കെ പഠിക്കുന്ന കലാലയമാണ്. അപ്പം നമ്മളെ കാത്ത് ഇവിടെ കുറേ പേരുണ്ടല്ലോ. അകത്തോട്ടൊന്ന് കയറി നോക്കാം.
ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ആസ്ഥാന ഗായകന്മാരും ആസ്ഥാന ഗായികരുടെ കേന്ദ്രത്തിലാണ് നോം എത്തിയിരിക്കണതെന്ന് മനസ്സിലായി. ഈ സുന്ദരികളുടെ പേരെന്ന് ചോദിച്ചേക്കാം ആദ്യം തന്നെ. എന്താണ് സുന്ദരിയുടെ പേര്? ഭാഗ്യധാര. പാതിരിയോ? ഉറക്കെ പറയാ, നോമിന്റെ ചെവി അങ്ങോട്ട് കേൾക്കണല്ലോ. എന്താണ്? ഭാഗ്യധാര. ഭാഗ്യധാര. ഭാഗ്യധാര നല്ല പേരാണല്ലോ. അല്ല ലോട്ടറി അടിച്ചിട്ടുണ്ടോ? അല്ല ലോട്ടറി എടുത്ത് നോക്കട്ടോ. എവിടെ സ്ഥലം? കുന്നംകുളം. പവിത്ര ആറാട്ടുപുഴ സ്ഥലം. അശ്വിനി കൊടുങ്ങല്ലൂര്. ഷൽന കൊടുങ്ങല്ലൂര്. ലക്ഷ്മി ലക്ഷ്മി എവിടെയാണ്? അവണൂര്. അവണൂര്. അപ്പൊ ഇതിൽ ഇനി ആരാണ് ഭംഗിയായിട്ട് പാട്ട് പാടാൻ അറിയണ, അല്ലെങ്കിൽ കുറച്ച് പേരായിട്ട് പാട്ടൊക്കെ പാടാൻ? ഇങ്ങോട്ട് വന്നേടാ ചക്കരെ, അവരുടെ കൈയടിച്ചേ. ആ എന്താ പേര്? ജിത്തു. എവിടെയാ സ്ഥലം? തലൂര്. തലൂര്. അപ്പൊ ജിത്തു വന്നിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട് മനോഹരമായൊരു പാട്ട് പാടാനായിട്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചാൻസ് പെൺകുട്ടികൾക്കാണ്. ഒരുങ്ങിക്കോളുക. വந்த பின்னாலும் விடியாத இரவு எது, பூவாசம் வீசும் உந்தன் கூந்தலடி, எவ்வுலகம் இருந்த பின்னும் இருளாத பாதம் எது, கதிர் வந்து பாயும் உந்தன் கண்களடி, பல உலக அழகிகள் கோடி உன் பாதம் கழுவலாம் வாடி, என் கனிமலரே இன்னும் தயக்கம் என்னை என்னை பிரியாதாது வாழ்வாசவா, இல்லை இல்லை சொல்ல ஒரு கண்ணம் போதும், இல்லை என்று சொன்னால் தாங்குவதென்றால் இன்னும் இன்னும் உனக்கோர் ஜென்மம் என்றும் என்ன சொல்ல போகிறாய், என்ன சொல்ல போகிறாய், என்ன சொல்ல போகிறாய், நியாயமா நியாயமா, என்ன சொல்ல போகிறாய், என்ன சொல்ல போகிறாய், மௌனமா மௌனமா, என்ன சொல்ல போகிறாய். മോനെ നീ പാട്ട് പഠിക്കുന്നുണ്ടോടാ? ഇല്ല. ഇല്ലേ? നീ പഠിക്കണം കേട്ടോ. നല്ല രസമല്ലേ? നന്നായിട്ട് പാടിയില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും പാട്ട് പഠിച്ചാൽ നല്ല അനുഗ്രഹീതനായ ഒരു കലാകാരനായിട്ട് വരും. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ട്. ആശംസേരിയാണ് കേട്ടോ. നന്നായി വരട്ടെ. എല്ലാവരും ഒന്ന് കൈയടിക്ക്. പാട്ട് പാടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും ദൈവം കൊടുക്കുന്ന ഒരു കഴിവല്ല. നമ്മളൊക്കെ ഭൂമിയിലേക്ക് ജനിച്ചു കഴിയുമ്പോൾ ഓരോരുത്തർക്കും സർവേശ്വരൻ ഓരോ കഴിവ് തരും. അതായത് ചിലർക്ക് പഠിക്കാനായിരിക്കും, ചിലർക്ക് പാടാനായിരിക്കും, ചിലർക്ക് നന്നായി പാചകം ചെയ്യാനറിയും. പാചകം ചെയ്യാൻ അറിയോ? പാചകം ചെയ്യാൻ അറിയില്ല, വാചകം അറിയാം. വാചകം എങ്ങനെയാണ്? അതുമില്ല, പാചകവും വാചകവും എന്നത് ആസ്വദിക്കാനുള്ള കഴിവുണ്ടോ? അതൊരു കഴിവാ. അതങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ദൈവം കൊടുക്കും ജനിക്കുമ്പോൾ തന്നെ. അത്തരത്തിലൊരു കഴിവുകൾ നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കലാലയത്തിൽ വന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കലാലയത്തിൽ അവസരം കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ ഈ കലാലയത്തിൽ ഒരു സീറ്റ് കിട്ടിയതെന്നുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര നല്ല പഠിക്കുന്ന കുട്ടികളായിട്ടാണ്. നന്നായിട്ടൊക്കെ പഠിക്കുക, ആസ്വദിക്കുക. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഓണം ലഹരിയാണ്. ലഹരി വേറൊന്നും ആവരുത് കേട്ടോ. ഓണമാകണം ലഹരി. അപ്പോൾ സന്തോഷം. തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണപ്പുടവ. നിങ്ങൾക്ക് എന്തിനാ പുടവ? നിങ്ങൾക്ക് ഓണക്കോടി ആവട്ടെ, ഓണക്കുടവ. സന്തോഷമായോ? സന്തോഷമായി. താങ്ക് യു. ആരാണ് ഈ സിയോണി മോൾ? ഞാൻ അവിടെ പോയി തപ്പുവാ. സിയോണി മോളി അവിടെ ഇരിക്കുന്നത്. നീ വാടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ. ആർക്ക്? സാറല്ലടാ മാവേലി. നീ എന്നെ സാറേന്ന് വിളിക്കണേ? ആര്? എടാ നോമിനി ഇതിന്റെ വട്ടം ചുറ്റി നടക്കാൻ നീ ആരെങ്കിലും ഒരാളെ പറയേ. അവിടെ പറയണേ, ഇവിടെ പറയണേ. ആശിക്കാരടാ ആശിക്ക്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് രണ്ടുപേരും പാട്ട് പാടാം. വാ നടക്കില്ല, രണ്ടുപേരും എണീറ്റോ. അപ്പോ പാട്ട് പാടുന്നവർക്ക് അല്ലെങ്കിൽ വേണ്ട വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മിമിക്രി അറിയാമെങ്കിലും ഇല്ല. എന്നൊരു കാര്യം ഞാനൊരു ടാസ്ക് തരാം. ഓണത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലുള്ളത്
ഇവിടെ വന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം സംസാരിക്കുക. ഓണം എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓണം എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ചിന്ത ഒന്ന് നോക്കട്ടെ. ഇവിടെ വന്നിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് സംസാരിക്കണം. നിങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ, ധൈര്യപൂർവ്വം നിങ്ങളുടെ ആ ഒരു സദസ്സിൽ നിന്നിട്ട് എണീറ്റ് നിന്ന് സംസാരിക്കാനുള്ള കപ്പാസിറ്റി വേണ്ടെന്ന് അറിയണ്ടേ? ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ. ധൈര്യമായിട്ട് എണീറ്റ് വാ. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെയൊന്നും ആവരുത്. പൊതുവേദിയിലെ ആളുകളുടെയൊക്കെ മുൻപിൽ നിന്നിട്ട് ധൈര്യമായിട്ട് എണീറ്റ് നിന്ന് സംസാരിക്കണം. ഓണം എന്താണ്? ഞാനിനി ചോദിക്കട്ടെ, ഓണം എന്താണ്? മാവേലി തന്നെ ദിവസമാ എന്താണ് ഓണം എന്താ? ഓണം എന്താ? മാവേലി വരും, പൂക്കളം വിടും, സദ്യ. ഓണം വന്നല്ലോ ആ പാട്ടല്ലേ. ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ഒന്നുമില്ല. എന്താണ്? നമ്മളെല്ലാവരും ഒന്നാണ്. അതാണ് നമ്മുടെ ഈ കോളേജിൽ ഇന്ന് കണ്ടത്. എല്ലാവരും കൂടെ കൂടി ആടിപ്പാടി ആടണം പാട്ടല്ലേ. ആ പാട്ട് അറിയടാ. അവനെന്ത് ചെയ്യാ? വിഷ്ണു എന്ത് ചെയ്യും? ആദ്യം പാടിയവൻ ആ ജിത്തു വന്നടാ, നീ ഒരു പാട്ട് പാടി നമുക്കൊന്ന് വൈബാക്കിയിട്ട് അങ്ങോട്ട് പോവാം. ഒരു ഓണത്തിൻ്റെ ഒരു കളർഫുൾ പാട്ട് ഇങ്ങോട്ട് വന്നേ. അല്ല അവനെങ്കിൽ അവൻ എല്ലാവരും അടിച്ചു പൊളിച്ചാൽ എണീറ്റ് നിന്നിട്ട് ഒരു അടിപൊളി പാട്ട് പഠിക്കും. കുട്ടനാടൻ കായലിൽ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടും കാക്കക്കറുമ്പി. അന്തിക്കൂടം കമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ തുഞ്ചത്തിന് വെള്ളം തേവണം, അള്ളിക്കുയിലേ തഞ്ചത്തിന് മീനും പിടിക്കണം. വേമ്പനാട്ട് കായൽ തിരകൾ തുടിക്കുന്നു തകതിമിതിമൃതൈ. അമ്പിളിച്ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമിതിമൃതൈ. കുട്ടനാടൻ കായലിൽ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. അപ്പൊ അതേ സുന്ദരികളൊക്കെ ചിരിച്ചു നിൽക്കണു. നോമെന്നാ അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് പോയിട്ട് വരാട്ടോ. നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നില്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ പോയിട്ട് വരാം. മന്ദാര കൊമ്പത്തൊരു ഞാലിലാടി ഒന്നിച്ചു. സന്തോഷായി, ഇഷ്ടായി. തന്നെന്നം താനെന്നം താളത്തിലാടി. എന്തൊക്കെയാണ് താളത്തിലാടുമ്പോ? പേരെന്താ? എവിടെ സ്ഥലം? പാലപ്പെട്ടി. നിഷീന വടക്കാഞ്ചേരി. റിസ്മി മണ്ണുത്തി. ജഫീന മണ്ണുത്തി. പേരെന്താന്ന്? ഋത്താജ. സ്നേഹ. വിഷ്ണു. ജാസിർ. സ്റ്റീവ്. അഭിനവ്. അസൽമാൻ. അൽതാഫ്. അമാൻ. എല്ലാവരുടെ അടുത്തേക്ക് അങ്ങോട്ട് വരാൻ പറ്റണല്ലോ. ഇവിടേക്ക് നോക്കട്ടെ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ കോളേജിന്റെ പഠിത്തൊക്കെ? എങ്ങനെ പോണോ? അടിപൊളിയായി പോണു. സൂപ്പറാണോ? ഓണാഘോഷം എങ്ങനെ ഉണ്ടായി? അടിപൊളിയാണോ? ഉറക്കെ പറഞ്ഞേ. അടിപൊളിയാണ്. അടിപൊളിയാണ്. അടിപൊളി. അടിപൊളി അടിപൊളി. ഉഷാറ്. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? അടിപൊളിയാണ്. ഓണം എങ്ങനെ തകർക്കുവോ? തകർക്കും. ഓണം എങ്ങനെയാ തകർക്കുവോ? തകർക്കും. അപ്പോ എന്താ പേര്? സഹല. ഇതിൽ ഇനി ആരാ ഒരു പാട്ട് നോവനൊന്ന് പാടി തരണത്? എല്ലാവർക്കും അവസരമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട. ഒരാളിങ്ങോട്ട് വാ. അപ്പൊ സംഗീതമാണ് നമുക്ക് മനോഹരമായൊരു പാട്ട് പാടാൻ എത്തിയിരിക്കുന്നത്. സംഗീതയുടെ കൈയടിച്ചേ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ തന്നന്നാനാനാ
മുത്ത് പോലെ മുളം തത്ത പോലെ മിന്നൽ പോലെ ഇളം തെന്നൽ പോലെ മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ. എവിടെ നമ്മുടെ സമ്മാന വണ്ടിക്കാരനോടെ സമ്മാന വണ്ടി എന്തേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അപ്പോ മനോഹരമായി മഞ്ഞ് പോലെ. ആ പാട്ട് അവനെ പാട്ട് പാടി ഏത് പാട്ടാവൻ പാടിയത്? മഞ്ഞു പോലെ. കേട്ടുവൻ മഞ്ഞ് പോലെ പാട്ട് പാടി നമ്മുടെ സംഗീത അല്ലേ? അവനെ കണ്ണെന്നാണോ വിളിക്കണേ? എന്താ വിളിക്കണേ? എന്തായാലും നമുക്ക് സന്തോഷമുണ്ട് ഇവിടെ വരാനും പാട്ട് കേൾക്കാനൊക്കെ സഹായിച്ചു. അപ്പോ ഒരു സമ്മാനം കൊടുക്കാൻ പോ. ഇങ്ങോട്ട് പാടാൻ വെക്കണേ. മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടിയാണ് തരണത്. ആ മുണ്ടങ്ങോട്ട് അടിച്ചിട്ടേ. അങ്ങനെയാണ് പേടിക്കുക. സന്തോഷമായോ? സന്തോഷായി. ഇനി ആരാണ് പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു പാട്ട് പാടി തരണേ? ആരാണ്? ഒരാള് വരും. ഒരു കൈ ഇടിച്ചേ. വരിക ഇവിടെ നിന്നോളാ. എന്താ പേര്? സ്ഥലം എവിടെയാ? വരൂര്. അപ്പോ മനോഹരമായിട്ടൊരു പാട്ട് കേട്ടാലോ? തിരുവാവണിരാവ് മനസ്സാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസ്സാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. സൂപ്പർ. അപ്പൊ ഒരു സമ്മാനം അവിടെ അങ്ങോട്ട് കൊടുക്കാൻ പോവാ. നമ്മുടെ പേര് പരീക്ഷ എന്താ? ഇർസാനയ്ക്ക് ഒരു സമ്മാനം കൊടുക്കാൻ പോവാണ്. തൃശ്ശൂർ പള്ളിക്കുളം റൂട്ടിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടിയാണ്. സന്തോഷായോ? ക്ലാസ്സിലെ ടീച്ചർ ആരാ? മാഷ് ഇങ്ങോട്ട് വന്നേ. പിന്നെ ആരാ ഈ ക്ലാസ്സിലെ ടീച്ചർ ആരാ? വേറെ മാഷ് തന്നെയാണോ? വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എവിടെ നിന്നേ? വരൂ രണ്ടുപേരും വരൂ. ഇത് രണ്ടുപേരും കൂടെ ഇവിടെ ക്ലാസ്സിലെ ഈ കുട്ടികൾക്ക് കൊടുത്തോളൂ. സന്തോഷായോ? സന്തോഷായി. അപ്പൊ മാഷേ എങ്ങനെയുണ്ട്? നോമ്പ് വന്നു, സന്തോഷമായി. ഇവരെയൊക്കെ കണ്ടിങ്ങനെ പോവാണ്. എങ്ങനെയുണ്ട്? TCBയിലെ ഫൺ വിത്ത് മാവേലിയുടെ ഒപ്പമാണ് നിങ്ങൾ സഞ്ചരിച്ചത്. ഇത് നിങ്ങൾക്കായി സമർപ്പിച്ചത് മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആണ്. എങ്ങനെയാണ് നിങ്ങൾ വന്നപ്പോൾ സന്തോഷമായോ? എന്ത് തോന്നി? നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെ തോന്നി. നിങ്ങൾ വന്നപ്പോൾ നല്ല സന്തോഷം. പിള്ളേർക്കായാലും കുറച്ചും കൂടി നന്നായിട്ട് എൻജോയ് ആയിട്ട് ചെയ്യാൻ പറ്റിയതായിട്ട് തോന്നി. ഓണം കുറച്ചും കൂടി കളർഫുൾ ആയി നിങ്ങൾ വന്നപ്പോൾ. സന്തോഷം എന്തായാലും. അപ്പോൾ ടീച്ചറെ ഒരു വാക്ക്. എന്തായാലും ഞങ്ങളുടെ ഓണം ഗംഭീരമാക്കാനായിട്ട് ഞങ്ങളോടൊപ്പം ഒപ്പം വന്നതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. അപ്പൊ ശരി, ഞാൻ ടാറ്റ ബൈ ബൈ പറയുന്നില്ല. അടുത്ത പ്രാവശ്യം വീണ്ടും വരും. വരണ്ടേ? വരണോ? വരണ്ടേ? അപ്പൊ ഇത് തൽക്കാലം പോട്ടെ. അപ്പൊ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ ഞങ്ങൾ നേരുകയാണ് കേട്ടോ. ആർപ്പോ ആർപ്പോ ആർപ്പോ
बाजी 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 इन जीवन से बाजी 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 इन जीवन से बाजी പോവുകയാണ്. ഇനിയുണ്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ. ദിവസം അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തം മുതൽ നമ്മൾ തുടങ്ങിയ യാത്രയാണ്. അതിങ്ങനെ സഞ്ചരിച്ച് ഓണത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പോകുമ്പോൾ നോമിന് വിഷമമുണ്ട്. ഇവർക്ക് വിഷമമുണ്ടോ എന്ന് അറിയണമല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? വിഷമമുണ്ടോ? വിഷമൊക്കെ ഉണ്ട്. അടുത്ത പ്രാവശ്യം വരണം. നോമ്പ് പോണതിന് വിഷമമുണ്ടോ? വിഷമുണ്ട്. അടുത്ത പ്രാവശ്യം എന്തായാലും വരണം. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സമയമൊക്കെ? എങ്ങനെ എൻജോയ് ചെയ്തോ? അതെ, നന്നായി എൻജോയ് ചെയ്തു. നന്നായിരുന്നോ? പിന്നെ പാട്ടൊക്കെ പാടി ആസ്വദിച്ചുല്ലേ? അപ്പോ തൽക്കാലം വിട. നാളെ ഇതേ സമയം ഇതേ നേരം മറ്റൊരു ഓണവിശേഷങ്ങളൊക്കെ ആയിട്ട് ഫൺ വിത്ത് മാവേലി കടന്നു വരും. അപ്പം മറക്കണ്ട, എല്ലാ ദിവസവും രാത്രി 7:30 മുതൽ 8:30 വരെ നമ്മുടെ സ്വന്തം TCVയിൽ. അപ്പോൾ കാണാൻ മറക്കണ്ട. അപ്പോൾ നോമങ്ങടെ യാത്ര തിരിച്ചോട്ടെ. അപ്പോൾ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും വരും. ഒരു ജീവനില്ലാത്ത പോകുമ്പോഴെങ്കിലും ഒന്ന് ഉഷാറായിട്ട് അർപ്പ കൊടുക്കാൻ. അപ്പൊ എല്ലാവരോടും ടാറ്റാട്ടോ. അപ്പോ വീണ്ടും കണ്ടുമുട്ടാം നാളെ. മലയാളികളുടെ സ്വന്തം പൊന്നിൻ ചിങ്ങം വന്നെത്തി. ഒപ്പം തന്നെ മണിക ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഓണം ഓഫറുകളും. ഓണം മെഗാ ഓഫറിൽ ഗ്രാമിന് 600 രൂപ പണിക്കൂലി ഇളവിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട് സെക്ഷനിൽ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് ഓഫറുകളും ഉണ്ട്. 75% പണിക്കൂലി ഇളവിൽ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ ഓണപ്പുടവയും മറ്റനവധി സമ്മാനങ്ങളും. ഈ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ മാത്രം. അപ്പോൾ ഇനി വൈകിക്കേണ്ട. മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.